ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കാതെ ഉണ്ടാക്കാനാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മീൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്യൂണയാണ്. പിന്നെ അതിലേക്ക് സബോള, പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, വേപ്പലിയും, പിന്നെ മുളകും മല്ലിയും ഉപ്പും മഞ്ഞളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് അരിഞ്ഞു വെച്ച സബോള ഇട്ട് വെക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിൽ ഉപ്പിട്ടിട്ട് മൂടി വയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി. അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ആട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. നാളികേരപ്പാലൊന്നും വേണ്ട. നാളികേരപ്പാലില്ലാതെ തന്നെ നമുക്കൊരു കിടലൻ മീൻകറി ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇത് ഇട്ട് നന്നായി വാട്ടിയെടുക്കാം. ഇളക്കി കണ്ടിങ്ങനെ പേസ്റ്റായി ആക്കിയെടുക്കണം. ഈ പേസ്റ്റ് പരിവാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കണം. ഇന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു സമയം കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു മസാല മിക്സിയുടെ ജാറിൽ ചൂടാറിയതിന് ശേഷമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഗായ്സ്, നമ്മുടെ മസാല അതായത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചൂടാറി ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇനി നമ്മളിതിനെ പേസ്റ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മുടെ കഥാനായകനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആരാണായിരിക്കും അല്ലേ? ഇത് നമ്മുടെ ചട്ടി, എൻ്റെ പ്രിയപ്പെട്ട ചട്ടീനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാൻ പോണ്. കുറച്ച് കടുക് ഇടാം. പെട്ടെപ്പെട്ടെ ഇപ്പോൾ പൊട്ടിന്നില്ലേ? പൊട്ടു. ഓക്കെ, ഇളക്കി കൊടുക്കണം. നമ്മുടെ പേസ്റ്റ് മസാല അരച്ച് വെച്ചിട്ടില്ലേ, അതങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. കണ്ടോ ഗൈസ്, ഇപ്പോൾ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നാളികേര പാലില്ലാതെയാണ് ഇപ്പോൾ നമ്മളിന്ന് മീൻ കറി വയ്ക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പം അമ്മ പറയുന്നത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും, അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. നാളികേരപ്പാൽ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ പെട്ടെന്ന് കേടാവില്ലേ, ഫ്രിഡ്ജിലൊക്കെ വെക്കണം. ഇതങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയാട്ടോ, നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇവിടെയാണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർനൂണിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ അത് കേടായിപ്പോകും. പക്ഷേ ഈ മീൻകറി ഒരു ദിവസം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ പക്ഷേ ഈ രാത്രിയും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് വെള്ളം തിളച്ച് വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് മീനൊക്കെ ഒഴിച്ചു കൊടുക്കാം. മീനിട്ട് കൊടുക്കണം കേട്ടോ. ഇത് തിളച്ച് വന്ന് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പുളി, വലിയ കഷ്ണം പുളിയാണ് കേട്ടോ. എന്നിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ട്യൂണിയാട്ടത് ട്യൂൺ ഇട്ട് കൊടുക്കാം. മീൻകറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ട്യൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അവിടെ ഇരുന്ന് കിടന്ന് വെവട്ടെ. ഇളക്കി കൊടുക്കാം നല്ലപോലെ. പിന്നെ ഗൈസ്, നമ്മുടെ മീൻകറി ഇതാവേ തിളച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ ഗൈസ്. എണ്ണ കണ്ടോ, തെളിഞ്ഞങ്ങ് വരണ കണ്ടോ. നാളികേരപ്പാൽ ഒഴിക്കാതെ തന്നെയാണ് ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ മീനിലുള്ള നെയ്യാണ് പുറത്തേക്ക് വന്ന് ഇങ്ങനെ തിളയ്ക്കണേ. അപ്പോൾ ഒരുവിധം ആയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ, അപ്പോൾ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് കണ്ടോ, നമ്മുടെ മീൻകറി ഇത്രത്തോളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത്
ഇനി കറിയും കാച്ചണം, കൂട്ടാൻ കാച്ചാം കേട്ടോ. മീൻകറി കാച്ചാനായിട്ടൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി ഇത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വേപ്പിലയും ചെറുള്ളി അരിഞ്ഞു വെച്ചത് ഈ ചട്ടീനെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോഴേക്കും നമുക്കിതിനെ ഒന്ന് നോക്കാം. അതൊരു ബ്രൗൺ കളറാവുന്ന വരെ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയട്ടെ കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, കരിഞ്ഞൊന്നും എടുക്കണ്ട, ബ്ലാക്ക് ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഒന്നും ബ്ലാക്ക് ആക്കി എടുക്കരുത്. ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ മാക്സിമം ആ കളറാവുമ്പോൾ ഉള്ളി അത്രയ്ക്ക് മുരിഞ്ഞാൽ മതി. അത്ര മുരിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചുവന്നുള്ളി മുരിഞ്ഞ് വരുന്ന കണ്ടോ, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിർത്താം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ശരിക്കും മീൻകറിയാണ് വീട്ടിൽ വെച്ചതെന്ന് അപ്പം ശരിക്കും മനസ്സിലാവും. അത്രയും നല്ലൊരു മണമാണ് ഈ ചെറുള്ളിയും വേപ്പിലയും കൂടി വെളിച്ചെണ്ണയിലും മുരിഞ്ഞങ്ങ് വരുന്ന സമയത്ത്. ഇനി നമ്മളിതെടുക്കുന്നു. എന്താ നമ്മുടെ മീൻകറി കണ്ടോ, മീൻകറിയുടെ ഒരു ലുക്ക് നോക്കൂ, നല്ല റെഡിഷ് കളറായി അല്ലേ. അതിങ്ങനെ തിളയ്ക്കാൻ നമ്മൾ തന്നെ നല്ലൊരു കളറായി വരും കേട്ടോ. കണ്ടോ, നൈസ്. കുറച്ച് കറി എടുത്തിട്ട് ഈ വെളിച്ചെണ്ണ കാച്ചി ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിക്കണുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകറി, ട്യൂണയാണ്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. മീൻകറി സത്യം പറഞ്ഞാലില്ലേ, ഇത് ഇറക്കി വയ്ക്കുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ട് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം കേട്ടോ. അതാ ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എല്ലാവരും മസ്റ്റായിട്ടും ഗായ്സ് അടിപൊളി മീൻകറി ആയിട്ടുണ്ട്. സാധാരണ എനിക്ക് നാളികേരപ്പാലുണ്ടാക്കണ മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേ ഉണ്ടാക്കാറുള്ളൂ, വറ്റിച്ച മീൻകറി ഉണ്ടാക്കാറില്ല. പക്ഷേ ഇതില്ലേ കിഡിലൻ സംഭവമാണ് കേട്ടോ. അതിൻ്റെ ലുക്ക് തന്നെ കണ്ടില്ലേ ഗായ്സ്, നാളികേരപ്പാലില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയും, അഭിപ്രായങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്, കിടുവാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ വരെ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു ഗായ്സ്. അങ്ങനെ കിഡിലൻ മീൻകറി ഇതായിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇത് കയ്യിൽ കണ്ടോ കറിയാണ്, ഞാൻ ടേസ്റ്റ് ചെയ്തു, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു എവരിവൺ.